തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ സുഗതന്റെ മോചനത്തെ എതിർത്ത് സർക്കാർ ജാമ്യം അനുവദിക്കരുതെന്ന് സർക്കാർ അഭിഭാഷകൻ. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി. തിങ്കളാഴ്ച നിലപാടറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചിരിയാണ്. രേഷ്മ, സർക്കാരും സുഗതനെ വേട്ടയാടുന്ന സമീപനം തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. CPM-ന് പിന്നാലെ UDF സർക്കാരും അതേ നയം തന്നെയാണ് പിന്തുടരുന്നത്. സുഗതന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്? ഒപ്പം ഹൈക്കോടതി എന്ത് നിർദ്ദേശമാണ് സർക്കാരിന് നൽകിയതും? സുരേഷ്, സത്യപ്രതിജ്ഞയ്ക്കായിട്ട് തനിക്ക് താൽക്കാലികമായിട്ട് തന്നെ വിട്ടയക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച വേളയിൽ പ്രാഥമികമായിട്ടാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ പരിഗണനയ്ക്ക് വന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് പാടെ ഈ ഒരു ആവശ്യത്തെ എതിർത്തു എന്നുള്ളതാണ്. അതായത് യാതൊരു കാരണവശാലും സുഗതനെ മോചിപ്പിക്കരുത്, താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി മോചിപ്പിക്കരുത് എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ തുടരുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ മോചിപ്പിക്കരുത് എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു. തുടർന്നാണ് ഹൈക്കോടതി ചില കാര്യങ്ങൾ വ്യക്തത വരുത്താനായിട്ട് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് സുഗതന് ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ? ഇക്കാര്യം സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞു. ഇതിൽ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണം. അതിനുശേഷം ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സുഗതന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം നേരത്തെ സംസ്ഥാന സർക്കാരിന് ഉൾപ്പെടെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരുന്നതാണ്. പക്ഷേ ആ അപേക്ഷയിൽ യാതൊരുവിധ നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. സത്യപ്രതിജ്ഞ തടയുവാനായിട്ടുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സത്യപ്രതിജ്ഞ നടക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ്. ഈ സത്യപ്രതിജ്ഞ നടക്കാതിരുന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടു എന്ന് കണക്കാക്കേണ്ടി വരുമെന്നും ഹർജിയിൽ വാദമായിട്ട് സുഗതൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാരിനുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് സുഗതൻ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സുഗതന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന കാര്യത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച മറുപടി നൽകണം. ആ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. 14-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെ 2 കേസുകളിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം, 1 ദിവസത്തെ ജാമ്യം സുഗതന് നൽകിയിരുന്നു. ഈ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അനുമതി ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. സത്യപ്രതിജ്ഞയ്ക്ക് മാത്രമായിട്ട് തന്നെ താൽക്കാലികമായി വിട്ടയക്കണമെന്നുള്ളതാണ് സുഗതന്റെ ആവശ്യം. അതും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവകാശം വിനിയോഗിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ രേഖാമൂലം തന്നെ നിലപാട് വ്യക്തമാക്കണം. തിങ്കളാഴ്ച രേഖാമൂലം നിലപാട് അറിയിക്കാനാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ UDF സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.